ഇട്ടതാ. താങ്ക് യു. Under the boughs where the shadows play, the wind hums songs at the break of day. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പം നേരത്തെ നിങ്ങൾ കണ്ട ക്ലിപ്സ് രാവിലത്തെ എൻ്റെ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ്റെ ക്ലിപ്പാണ്. ആൻഡ് ലാസ്റ്റ് വ്ളോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ആം ട്രൈങ് ടു സ്റ്റിക്ക് ഓൺ ടു മൈ ഹെൽത്തി മോർണിംഗ് റൂട്ടീൻ. പ്ലസ് ഐ വാസ് ഇൻ ഫീലിംഗ് വെൽ. ഇപ്പം ഞാൻ റിക്കവർ ആയി വരുന്നേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഇപ്പം എത്രത്തോളം വയ്യാണെങ്കിലും ഐ ട്രൈ ടു ഡു ഇറ്റ് ഫോർ ജസ്റ്റ് ഫോർ 5 minutes ആണെങ്കിലും, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് ഇറ്റ്. യുനോ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത്രയും ലോങ് ടൈം നമ്മുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയമില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ടു ഡു ഇറ്റ് ഫോർ 5 minutes. അപ്പം നമുക്ക് അത്ര ഒരു ഭാരമായിട്ട് അത് തോന്നത്തില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എവറിത്തിങ് ഐ ഓർഡേർഡ് ഫ്രം ഔട്ട്സൈഡ്, ബിക്കോസ് എനിക്ക് അത്ര ഒന്നും ഇതില്ലായിരുന്നു. ഒരു മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആവിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പുറത്ത് പോയി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കിച്ചണിലെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു. അതിന്റെ കുറച്ച് ക്ലിപ്സും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ് ആൻഡ് ഐ എം ട്രൈങ് ടു ബി മോർ പ്രൊഡക്റ്റീവ്. രാവിലത്തെ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് എനിക്ക് ലൈക്ക് എൻ്റെ ഓഫീസിൻ്റെ വർക്കിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ എഡിറ്റിംഗ് കാര്യങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കാനാണ് ഞാൻ. അതായത് കിച്ചൺ വർക്ക് ഉച്ചക്ക് സമയം കഴിഞ്ഞിരിക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. ആൻഡ് പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കാൻ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് രാവിലെ എണീക്കാനും പറ്റാത്തത്. ബട്ട് ദാറ്റ് ഈസ് സംതിങ് ഐ എം ട്രൈങ് ടു ചേഞ്ച്. പക്ഷേ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏത് കാര്യം ശരിയാക്കണമെങ്കിൽ അതിൻ്റെ ബേസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയില്ലേ. അപ്പം എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, രാവിലെ എത്ര ട്രൈ ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ ലൈക്ക് ഒരു 5:30 എണീറ്റിട്ട് ഉറങ്ങാതിരിക്കണമെങ്കിൽ ഐ ഹാവ് ടു മേക്ക് ഷുവർ രാത്രി കുറച്ച് ബെറ്റർ സ്ലീപ്പ് കിട്ടണം. അപ്പം അങ്ങനെയാണെങ്കിൽ രാത്രിത്തെ എൻ്റെ ഒരു റുട്ടീന് എനിക്ക് ആദ്യം കറക്റ്റ് ചെയ്യണം. സോ എന്നാലും ഇന്ന് പുറത്തുപോയി വന്നിട്ട് ഡിന്നർ ഉണ്ടാക്കുന്ന കൊണ്ട് ഐ ഹാവ് ഇൻക്ലൂഡഡ് എ സിമ്പിൾ വെരി ബേസിക് റെസിപ്പി. ഒരു ദാബ സ്റ്റൈല്, നോർത്ത് ഇന്ത്യൻ ദാബ സ്റ്റൈല് ചിക്കൻ കറിയാണ്. സോ ഐ മെൻഷൻ ദിസ് റെസിപ്പി ഹിയർ. ഇഫ് യു ആർ സംവൺ ഹൂ ജോലിക്ക് പോയി വന്നിട്ട് കുക്ക് ചെയ്യാൻ കയറുന്ന ഒരാളാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആൻഡ് ഫോർ ദാറ്റ് ഒരു പാൻ എടുക്കുക, അതിനകത്ത് ഓയിലോ ഗീയോ ഇട്ട് കൊടുക്കുക. ഗീ ഈസ് ബെറ്റർ, അതിന് ടേസ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തിട്ട് പക്കാ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ ഗീ ഇട്ടിട്ട് അതിന് മുകളിൽ ചതച്ച് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് ജീര ഇട്ട് കൊടുക്കാം. ആക്ച്വലി ജീര ആദ്യമാണ് ഇടേണ്ടത്, ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. ഈ സ്റ്റേജിൽ ഇട്ടാൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് അതിന് മുകളിൽ മസാലകളെല്ലാം ചേർക്കണം മുമ്പ് ചിക്കൻ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ആൻഡ് വേറൊരു സംഭവം, ഒരു ടിപ്പ്, നിങ്ങളിപ്പം കിച്ചണിന്റെ വർക്ക് പെട്ടെന്ന് കഴിയണം എന്നുണ്ടെങ്കിൽ, എപ്പോഴും അത് ഫീസിബിൾ ആണോ എന്നറിയില്ല, പക്ഷേ ഈ ബോൺലെസ് ചിക്കൻ കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് വെരി ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ടു മേക്ക് എനി റെസിപ്പി. ചിക്കൻ ഒരു 2-3 minutes കഴിയുമ്പോൾ നമ്മൾ ഇതിന് മുകളിൽ കുറച്ച് മസാലാസ് ഇട്ട് കൊടുക്കുക. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഉപ്പിട്ടിട്ട് അതിന് മുകളിൽ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട്, അതാകുമ്പം തക്കാളി ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കത്തില്ല, ഒരു ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കും. നമുക്ക് എത്രത്തോളാണ് ഗ്രേവി ആവശ്യമുള്ളത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓവർ വെള്ളം ഒഴിക്കരുത്, അതിന് ടേസ്റ്റ് പോകും. ഒരു മീഡിയം തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിന് വേണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ജസ്റ്റ് ഫോർ 2 minutes. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൊട്ടി കാര്യങ്ങൾ അതെല്ലാം റെഡിയാക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് മുകളിൽ കസൂരി മേത്തി അറിയാലോ, നമ്മുടെ മേത്തി ലീവ്സ് അല്ലേ, അത് ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഇട്ടിട്ട് പിന്നെ പറഞ്ഞ മാതിരി വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടില്ലെങ്കിൽ അത്ര ഡ്രൈ കൺസിസ്റ്റൻസി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു സെമി ഡ്രൈ ഗ്രേവിയിൽ നമുക്ക് റൊട്ടി, ചപ്പാത്തി, പത്തിരി, പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഓയിൽ വെച്ചായിരുന്നു, അതുകൊണ്ടാണ് ഗീൻ്റെ ഒരു സ്പൂൺ ഞാൻ ഫൈനലി ഇട്ടത്. അപ്പോൾ ഗീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. എൻ്റെ ഗീ കുറവായിരുന്നു, ഞാൻ വാങ്ങിച്ച കാര്യം മറന്നു. ആക്ച്വലി പർച്ചേസിന് പോയപ്പോൾ ഗീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ ചപ്പാത്തിക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു. പിന്നെ ലാസ്റ്റ് എടുക്കാൻ നേരത്താണ് ഞാൻ കൊറിയാൻഡർ ലീവ്സ്, ബിക്കോസ് കൊറിയാൻഡർ ലീവ്സ് എനിക്ക് അധികം ഇങ്ങനെ വെന്ത് പോകുന്ന ഇഷ്ടമല്ല, കുറച്ച് റോ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ലാസ്റ്റ് എടുക്കാൻ നേരത്ത് കൊറിയാൻഡർ ലീവ്സ് ഇട്ടത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, എളുപ്പമാണ് ഉണ്ടാക്കാൻ.
ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിനും ഇത് ഉണ്ടാക്കാൻ പറ്റും, വലിയ പനിയുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ യൂഷ്വലി ഞാനിങ്ങനെ പുറത്ത് പോയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലത്തെ റെസിപ്പീസാണ് ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഐ എം ട്രൈ മൈ ബെസ്റ്റ് രാത്രി ഡിന്നറിന് വേണ്ടി കിച്ചണിൽ കയറാതിരിക്കാൻ. ഐ നോ ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു എൻ്റെ എന്താ പറയുക, നമ്മുടെ ഇൻസൈറ്റ്സ് വീഡിയോയിൽ നോക്കുവാണെങ്കിൽ കൂടുതൽ ലേഡീസാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. രാത്രി കിച്ചണിൽ കയറി കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിക്കാനായിട്ട് ഇരുന്നതാണ്. ഇതിൻ്റെ ഒരു ക്ലിപ്പായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടത്. അത് ഭയങ്കര ഒരു വിട്ടായിപ്പോയി സത്യം പറഞ്ഞാൽ. ഇവളുടെ എൻ്റെ മോളുടെ കാർട്ടൂണിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, കറക്റ്റ് ഇതിനു വേണ്ടി ഈ ഒരു മീം മാതിരി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ആക്ച്വലി റീലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ യൂട്യൂബ് ത്രൂ എനിക്ക് വന്ന സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഐ ഡു ഹാവ് എൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിനകത്ത് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ആക്കലുണ്ട്. ഫുഡ് റീൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതുമാതിരി ഹോം മേക്കിംഗ് റീൽസ് അതിനകത്ത് ഇടാറുണ്ട്. ഡു ഫോളോ മീ ദർ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്യാനായിട്ട് കയറിയത്. സത്യം പറഞ്ഞാൽ പൊതുവേ ഞാൻ വന്ന ഉടനെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാൽ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായത്, ആദ്യം ഞാൻ ചെയ്തായിരുന്നെങ്കിൽ കുക്കിംഗ് ഭയങ്കര ലേറ്റ് ആവും, പിന്നെ എനിക്ക് വല്ലാണ്ട് ടയർഡാവും, കിടക്കാനും ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ചെയ്തത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഞാനൊരു കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു മറ്റേ പ്ലേറ്റ് റാക്ക് മാറ്റണം എന്ന്. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണിത്, ഇങ്ങനെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ട്. ഐ ഡോണ്ട് നോ, മേ ബി ഇങ്ങനെ എന്താ പറയുക, ഈവൻ എന്തെങ്കിലും സ്ക്രൂ ടൈറ്റ് ആക്കാനും അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. Each echoing step on the forest floor opens a world through an ancient door. Done with that, ഞാൻ എൻ്റെ റാക്ക് ഇങ്ങനെ അസംബിൾ ചെയ്ത്. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പുതിയ റാക്ക് വെച്ച്. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്രൗൺ റാക്ക് നിങ്ങൾ കാണുന്നില്ലേ, അതിനകത്ത് പ്ലേറ്റ്സ് ഒന്നും പ്രോപ്പർലി എനിക്ക് വെക്കാൻ പറ്റില്ല. അതിങ്ങനെ അതിന് മുകളിൽ വേറെ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് എല്ലാം അടിയിൽ പോവും. അങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് ഇരിക്കുന്ന ഭയങ്കര കണ്ട ഒരുമാതിരി വരും. അപ്പം ഈ ഒരു സംഭവം ഞാൻ വിചാരിച്ചു ഇനി പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് പുറത്ത് വെക്കാൻ. ഇതുപോലെ കിച്ചൺ കണ്ട ഒരു സമാധാനം. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.